ഹല്ലേലൂയ. ഇന്ന് രാത്രിയും ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു. എന്റെ പേര് അത്തിമൂട്ടിൽ സക്കായി. നിങ്ങളുടെ ഇവിടെ നടന്ന ചില പ്രോഗ്രാമുകൾക്ക് ഞാൻ കണ്ടു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ചിലർ അമ്മും കോലും കൊണ്ടൊക്കെ കളിക്കുന്നത് കണ്ടു. ഇത് കേരളത്തിലൊന്നും ഞാൻ കണ്ടില്ല. കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം ഒക്കെ വളരെ നന്നായിരുന്നു. ചെറിയവരും വലിയവരും ഒക്കെ നടത്തിയ എല്ലാ പ്രോഗ്രാമും വളരെ നന്നായിരുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ ദൈവവചനം വായിച്ച് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. യെരുശലേമിലും യഹൂദിയയിലും ശമര്യയിലും എല്ലായിടവും ലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകും. ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഇവിടെയും വരുവാൻ ഇടയായി തീർന്നതിൽ സന്തോഷമുണ്ട്. യേശുക്രിസ്തു എന്റെ വീട്ടിൽ വന്ന സംഭവം നിങ്ങൾക്കറിയാം. അതിനുശേഷം ഉണ്ടായ ചില സംഭവ വികാസങ്ങളാണ് എനിക്കിന്ന് രാത്രി പറയാനുള്ളത്. യേശുവിനോട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കറിയാമല്ലോ, ദരിദ്രരുടെ കയ്യിൽ നിന്ന് എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ അന്യായമായി പിടിച്ചു വാങ്ങിയതെല്ലാം 4 ഇരട്ടി പകരം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. യേശുക്രിസ്തു പോയതിനു ശേഷം ഉണ്ടായ ചില സംഭവ വികാസങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്. ഈ അവറാച്ചനെ പോലെയുള്ള ചിലർ എന്നെ അതിനുശേഷം അവിടെ നിന്ന് കേരളത്തിലേക്ക് അടിച്ചു മാറ്റി കൊണ്ടുപോയി. അങ്ങനെ എന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇന്നലെ ഞാൻ വിമാനം ഇറങ്ങി. എന്നാൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ വിമാനത്തിന്റെ മൂക്ക് കുത്തി സ്ലിപ്പായി പോയി. ആരോ സഹോദരിമാർ അവരുടെ മക്കളെ അധികാരത്തെക്കാട്ട് എന്നെ കൊണ്ട് വെളിയിൽ ചാടി. അങ്ങനെ ചെളിയിലൊക്കെ വീണെങ്കിലും ഞാൻ രക്ഷപ്പെട്ട് ജീവനോടെ ഇരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് വെളിയിൽ വന്നപ്പോ അങ്ങനെ മലബാർ മിനിസ്ട്രിയുടെ ആൾക്കാർ ചിലർ എന്റെ അടുക്ക കൂടി എന്റെ സ്വത്തിൽ കുറച്ച് അവരെ പ്രവർത്തനത്തിന് വേണ്ടി ചോദിച്ചു. യേശുവിനോട് പറഞ്ഞ വാക്ക് ഞാൻ ഓർത്തു. അതുകൊണ്ട് മിനിസ്ട്രിക്കൊന്നും ഞാൻ കാശ് കൊടുക്കുവാൻ തയ്യാറായില്ല. ഓക്കെ, അതിനുശേഷം ഞങ്ങൾ അങ്കമാലിയിലെത്തി. അവിടെ ദാവീദ് ബൈബിൾ എന്ന് പറഞ്ഞ ഒരു പുതിയ സാധനം ഇറക്കുന്നു. അതിന്റെ ആവശ്യത്തിന് വേണ്ടി കുറച്ചുപേർ പൈസ ചോദിച്ചു. എന്നാൽ ഞാൻ ദരിദ്രർക്ക് മാത്രം തിരികെ കൊടുക്കാം എന്ന് പറഞ്ഞ അതുകൊണ്ട് ഞാൻ യേശുവിനോട് വാക്ക് പാലിക്കാൻ വേണ്ടി അവിടെയും ഞാൻ പൈസ കൊടുത്തില്ല. അപ്പോൾ പുനലൂരുള്ള ഒരു സംഘടന ഫോണിൽ, ഈ അവറാച്ചന്റെ ഫോണിൽ എന്നെ വിളിക്കുകയുണ്ടായി. കേരളത്തിലെ കൺവെൻഷൻ മാമാങ്കങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സഭയാണ്. അവർക്ക് കൺവെൻഷൻ ഫണ്ടിലേക്ക് ഇപ്പോൾ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ദരിദ്രർക്ക് മടക്കി കൊടുക്കേണ്ടതായതുകൊണ്ട് ഞാൻ അവിടെയും ഒഴിവായി. അതിനുശേഷം ഞാൻ തിരുവല്ലയിൽ വന്നു. അവിടെ ഭയങ്കര ഇലക്ഷന്റെ ബഹളം, പഞ്ചായത്ത് ഇലക്ഷനാണെന്ന് തോന്നിപ്പോയി. എന്നാൽ ഇലക്ഷൻ പഞ്ചായത്തിലല്ല, ചർച്ച് കോമ്പൗണ്ടിലാണെന്ന് മനസ്സിലായി. വോട്ട് പിടിക്കാൻ അല്പം കാശി ചോദിച്ചു. വേണ്ടി വന്നാൽ സക്കായിയെ സ്ഥാനാർത്ഥിയാക്കാം എന്ന് പറഞ്ഞു. എന്നാൽ അവരുടെ കയ്യിൽ നിന്നും ഞാൻ തടി ഊരി ഞാൻ തിരുവല്ലയിലെത്തി. അടൂരിനടുത്ത് സിറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ കോളേജുള്ള ഒരു സംഘടന എന്നോട് ആ ബൈബിൾ കോളേജിലേക്ക് അല്പം പൈസ ചോദിച്ചു. എന്നാൽ അവിടെ നിന്നും ഒഴിവായി ഞാൻ അങ്ങനെ മുളക്കടയിലെ വഴി യാത്ര ചെയ്ത് മുളക്കടയിലെത്തി.
പാർലമെന്റ് സമ്മേളനമാണെന്ന് ആദ്യം തോന്നിയെങ്കിലും പിന്നീടാണ് മനസ്സിലായത് കൗൺസിലാണെന്ന്. ചിലരൊക്കെ എന്റെ കൂടെ കൂടി, എന്നാൽ പിരിവ് നടത്തുവാൻ സമർത്ഥരായി ഡിഗ്രി എടുത്തവരെന്ന് തോന്നി. സക്കായുടെ കയ്യിലുള്ള ദരിദ്രർക്ക് കൊടുക്കേണ്ട കാശ് അല്പം കൊടുത്താൽ, ബിൽഡിംഗ് പെട്ടിന് കൊടുത്താൽ ആവശ്യമ കിട്ടുമെന്നൊക്കെ അവർ പറഞ്ഞു നോക്കി. എന്നാൽ യേശുവിനോട് പറഞ്ഞ വാക്ക് കൊണ്ട് സമർത്ഥമായി ഞാൻ അവിടെ നിന്ന് തല തപ്പി. അതെ, ചുങ്കം പിരിച്ച് വളരെ പരിചയമുള്ള എന്നെ പിരിക്കുവാൻ നോക്കി. എന്നാൽ അവിടെ നിന്നും ഞാൻ സമർത്ഥമായി കൊട്ടാരക്കരയിലെത്തി. അവിടെ ഫുൾ കൈ ഡ്രസ് ഇട്ട ചില സഹോദരിമാർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ കണ്ടു. അതെ, ചോറും ഇറച്ചിക്കറിയൊക്കെ ഇട്ട് അവർ വളരെ സദ്യ നടത്തുന്നു. അവർ പൈസ ചോദിക്കുമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അവർ ഒരിക്കലും പിരിവെന്ന് എന്നോട് ചോദിച്ചില്ല. എന്നാൽ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട് പെട്ടെന്ന് തിരുവനന്തപുരത്ത് പോയി. അങ്ങനെ തിരുവനന്തപുരം എയർപോർട്ടിൽ ഞാൻ എത്തി. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഞാൻ ഈ ഷാർജയിലേക്ക് മടങ്ങി വന്നു. ഈ ഷാർജയിലുള്ള ആരാധനയൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അതെ, നാഷണൽ ലെവലിൽ ചർച്ചിന്റെ ചുമതലയുള്ള ചില ബിസിനസ്സുകാരെയൊക്കെ ഞാൻ കണ്ടുമുട്ടി, പലരെയും കണ്ടുമുട്ടി. എന്നാൽ എന്റെ ആരോഗ്യസ്ഥിതി നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് ഇവിടെ വെച്ചൊന്നും ഞാൻ കൂടുതൽ പറയുവാൻ, ഷാർജയിലെ കാര്യങ്ങളൊന്നും തന്നെ കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്നത്തെ വൈകിട്ടത്തെ മീറ്റിംഗിന് വേണ്ടി ഈ വൈബിയുടെ സെക്രട്ടറി ജിജോ മാത്യു എന്നെ ക്ഷണിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹവും വൈപ്പിയുടെ ഫണ്ടിലേക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞ് അല്പം പൈസ ഒക്കെ ചോദിച്ചു. ഇതിന് ശേഷം ഞാൻ കാണാമെന്ന് പറഞ്ഞു. അതെ, ഞാൻ യേശുവിനോട് പറഞ്ഞ വാക്ക് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ദരിദ്രരോട് എന്തെങ്കിലും അന്യായമായി എന്തെങ്കിലും പിടിച്ചു വാങ്ങിയാൽ അതിന്റെ 4 ഇരട്ടി കൊടുക്കാമെന്നും, എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കാമെന്നും വാക്ക് പറഞ്ഞു. ഇന്നലെ രാത്രി തന്നെ ഞാനാണെങ്കിൽ US പോയി ഈ പൈസ എല്ലാം അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ രാത്രി ഞാൻ നന്നായി ഉറങ്ങി. എന്നാൽ പ്രിയ ദൈവമക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ദൂത്, പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട കാശോ അന്യായമായി പിടിച്ചു വാങ്ങിയ കാശോ അത് അവർക്ക് തന്നെ കൊടുക്കുക. അത് മറ്റൊരു സുവിശേഷ പ്രവർത്തനത്തിന് കൊടുത്താൽ നിങ്ങൾക്ക് സമാധാനം കിട്ടുകയില്ല. അതെ, പാവപ്പെട്ടവരുടെ കാശ് അവർക്കും ദരിദ്രരുടെ കാശ് അവർക്കും കൊടുക്കുക. എന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന ദശാംശവും ശമ്പളത്തിന്റെ ദശാംശവും ജോലിയുടെ വരുമാനവും ഒക്കെ നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് കൊടുക്കാം. എന്നാൽ ഇന്ന് കൂടുതൽ സമയം നിങ്ങളോട് ഉണ്ട് എന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും എനിക്ക് വർഷിപ്പ് സെന്ററിൽ മറ്റൊരു ചർച്ചോടിന്റെ മീറ്റിംഗ് ഉള്ളത് കൊണ്ട് ഞാൻ പോവുകയാണ്. ഓക്കെ, ദൈവമക്കളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഞാൻ വർഷിപ്പ് സെന്ററിൽ മറ്റൊരു മീറ്റിംഗ് ഉള്ളത് കൊണ്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ